ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഫേസ്ബുക്കിൽ നമ്മൾ 30 സെക്കൻഡ്സിന് എബോവ് വരുന്ന വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ ഫയൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഫയൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ 1 മിനിറ്റും 19 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ഫയലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഫസ്റ്റത്തെ 30 സെക്കൻഡ്സ് മാത്രമേ ഫയൽ അപ്ലോഡ് ആവുള്ളൂ, ബാക്കിയുള്ളത് ഫേസ്ബുക്ക് ഓട്ടോ കട്ടായിട്ട് എടുക്കും. അപ്പോൾ നമ്മളത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര സൈസുള്ള ഫയലാണെങ്കിലും ഫസ്റ്റത്തെ 30 സെക്കൻഡ്സ് മാത്രമേ ഫേസ്ബുക്കിൽ അപ്ലോഡ് ആവുള്ളൂ. ഇനി നമുക്ക് ഇതിപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഫസ്റ്റത്തെ 30 സെക്കൻഡ്സ് മാത്രമേ ആ ഫയൽ അപ്ലോഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഫേസ്ബുക്ക് സ്റ്റോറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റോറിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ സെയിം ഫയൽ തന്നെ 20 സെക്കൻഡ്സ് മാത്രമേ അപ്ലോഡ് ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ 20 സെക്കൻഡ് ഫയൽ മാത്രമേ നമുക്കതിൽ അപ്ലോഡായി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ആ സ്റ്റോറി അതേമാതിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വലിയ ഫയലുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് നമ്മൾ ഫയൽ കിടക്കുന്ന ഫയൽ മാനേജറാണ്. എന്നിട്ട് അതിൽ വീഡിയോസ് എടുക്കാം. എന്നിട്ട് അതിൽ സെൻഡ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ക്ലിക്ക് ചെയ്യാം. സെൻഡ് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ സെൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഓപ്ഷൻ കാണിക്കും എങ്ങോട്ടാണ് സെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൽ ആഡ് ടു ലൈറ്റ് ഇല്ലെങ്കിൽ യുവർ സ്റ്റോറി. അപ്പോൾ അത് ഫേസ്ബുക്ക് ലൈറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ലൈറ്റ് വരുന്നത്. സാധാ ഫേസ്ബുക്ക് ആണെങ്കിൽ ആഡ് ടു ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ കാണിക്കും. എന്നിട്ട് ജസ്റ്റ് അങ്ങനെ അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 30 സെക്കൻഡിന് മുകളിലുള്ള ഫയൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ആവും. ഇപ്പോൾ 1 മിനിറ്റ് 20 സെക്കൻഡുള്ള ഫയൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു മെത്തേഡ്. ഇനി നമുക്ക് സ്റ്റോറി ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. 20 സെക്കൻഡ്സ് ആയിരുന്നു നേരത്തെ സ്റ്റോറി കാണിച്ചിരുന്നത്. അപ്പോൾ സെയിം ഫയൽ മാനേജർ എടുക്കാം, അതിന്ന് നേരെ സെൻഡ് അടിക്കാം. അപ്പോൾ അതിന്ന് നേരെ നമുക്ക് യുവർ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് അങ്ങനെ അപ്ലോഡ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ആ ഫുൾ ഫയലും നമ്മളെ സ്റ്റോറിയിലേക്ക് അപ്ലോഡ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട രീതി. ഓക്കെ, ഇനി എല്ലാവരും മാസ്ക് ധരിക്കണം. Corona is very dangerous right now. Thank you.